എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളാകുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നടക്കും എന്നൊക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും സത്യമാണോ? അല്ലെങ്കിൽ ഇതിലൊക്കെ എത്രത്തോളം കാര്യമുണ്ട്? ഇത് ശരിക്കും വർക്കാവുന്നതാണോ? അല്ലെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണോ? ഇതൊക്കെയാണ് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംശയമൊക്കെ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് തീരും. പിന്നെ ഈ വീഡിയോയിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മാനിഫെസ്റ്റേഷൻ എന്നാൽ എന്താണ്, ഇത് ശരിക്കും എന്താണ് സംഭവം, ഇതിലെ സത്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണിത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ടേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇതൊക്കെ വെറും തള്ളാണോ, അല്ലെങ്കിൽ അതോ ഇതിൽ വലിയ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് പലർക്കും സംശയമുണ്ട്. പക്ഷേ സത്യം പറയാലോ, ഇതൊന്നും കേൾക്കുന്നതിന് മുമ്പേ എൻ്റെ ലൈഫിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും, എൻ്റെ പൊന്നോ ഇതെന്താണ് സംഭവം എന്ന്. പണ്ട് ഞാനിതൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കാലത്ത് അന്ന് എനിക്ക് തോന്നിയിരുന്നത് എനിക്ക് എന്തോ വല്ലാത്തൊരു പവറുണ്ട്, കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നൊരു ശക്തിയുണ്ട് എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരാളെക്കുറിച്ച് വിചാരിച്ചാൽ അപ്പോൾ തന്നെ അയാൾ എൻ്റെ മുന്നിൽ വരും. അല്ലെങ്കിൽ ഒരാൾ എന്നോട് ഇങ്ങനെ പറയണമെന്ന് ഞാൻ മനസ്സിലിപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരാ കാര്യം കൃത്യം അതേപോലെ വന്ന് സംസാരിക്കും. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതമായിരുന്നു. എന്തെങ്കിലും അത്ഭുത സിദ്ധി എനിക്കുണ്ടോ, അങ്ങനെയല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം ഞാൻ പറയാം. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഹിന്ദി എന്തോ ടെസ്റ്റ് വായിപ്പിക്കുന്നു, അങ്ങനെയായിരുന്നു. ആ സമയത്ത് ഓരോരുത്തരായിട്ട് റോൾ നമ്പർ വിളിച്ചിട്ട് വായിപ്പിക്കും. അതായത് ക്രമത്തിലല്ല വിളിക്കുക, ഇടയ്ക്കെന്നെടുക്കുന്ന ഓരോരോ നമ്പർ വിളിക്കും. അപ്പോൾ നമ്മൾ ആ ഹിന്ദി ടെക്സ്റ്റിലുള്ളത് വായിക്കണം. അപ്പോൾ എൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നത് 49 അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച്, അയ്യോ ടീച്ചർ ഇപ്പോൾ 49 വിളിക്കുമോ എന്ന് ഞാൻ മനസ്സിൽ ഭയങ്കരമായിട്ട് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. എന്താ പറയുക, എനിക്ക് അത്രയും ഉറപ്പായിരുന്നു. അങ്ങനെ ഉറപ്പിച്ച് വിചാരിച്ച് അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിളിച്ചിട്ടില്ല, അതിന് മുമ്പേ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്നെ ഇപ്പോൾ കറക്റ്റ് 49 എന്ന് പറഞ്ഞിട്ട് വിളിക്കും. എന്നിട്ട് ഞാനവിടെ നിന്നിട്ട് ബുക്ക് വായിക്കണം. അതെല്ലാം ഞാൻ ബുക്ക് വായിക്കുന്നതെല്ലാം മനസ്സിൽ ഞാൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് നല്ല പേടിയോടെ തന്നെ. അതിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ പിന്നെയും ഞാൻ ചിന്തിച്ചു, ഇനി മിക്കവാറും എന്നെ തന്നെയായിരിക്കും വിളിക്കാൻ പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ടീച്ചറെ വിളിച്ചത് ആ കറക്റ്റ് എൻ്റെ റോൾ നമ്പറായിട്ടുള്ള 49. ആ നമ്പർ തന്നെ വിളിച്ചു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അന്ന് എന്താ പറയുക, ആ ഒരു സംഭവം വിളിച്ച പാടുള്ള എനിക്കൊരു അത്ഭുതം, പിന്നെ അവിടെ പോയിട്ട് വായിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴുള്ള ടെൻഷനും എല്ലാം കൂടി ഒരു പേടിയും എല്ലാം കൂടി ഒന്നിച്ച് വന്ന് ആ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ കാര്യത്തിലോട്ടേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് മാനിഫെസ്റ്റേഷൻ എന്നാൽ എന്താണ് എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ അനുഭവമില്ലേ, അത് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ അറിയുന്നതിന് മുൻപുള്ള കാര്യങ്ങളാണ്. പിന്നീട് ഇപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയിട്ടെല്ലാം അറിഞ്ഞു തുടങ്ങിയത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ എന്തിനെയാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണോ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്നു. ഇതിനെയാണ് ലളിതമായിട്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്ന്. അതായത് നമ്മുടെ മനസ്സൊരു മാഗ്നറ്റ് പോലെയാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ചുറ്റും നടക്കാൻ പോകുന്നത്. പിന്നെ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഏതോ ഒരു സിനിമയിൽ, ആ ഒരു സിനിമയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ആ ഒരു സിനിമയിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നടത്താനായിട്ട് പ്രപഞ്ചവും നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. അത് അങ്ങനെ എന്തുവായിരുന്നു ആ ഒരു ഡയലോഗ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ സത്യമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്. എല്ലാവരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലർക്ക് മാത്രം എന്താണ് ഇത് നടക്കുന്നത്, ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇത് പരാജയപ്പെടുന്നത് എന്ന്. ഇതിന്
പ്രധാനമായിട്ടും 5 കാരണങ്ങളാണ് ഉള്ളത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു അത്ഭുതം നടക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ല. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു നല്ലൊരു ജോലി കിട്ടണം, അയാൾ മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷെ ഒപ്പം ഒരു നല്ല റെസ്യൂം തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പഠിക്കാൻ തയ്യാറോ ആവില്ല. യൂണിവേഴ്സ് എനിക്ക് ജോലി തരും എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നടക്കുമോ? ഇല്ല. മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു ടൂളാണ്. അത് നിങ്ങളുടെ പരിശ്രമത്തിന് വേഗത കൂട്ടാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അധ്വാനമില്ലാത്ത മാനിഫെസ്റ്റേഷൻ കേവലം ഒരു സ്വപ്നം മാത്രമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു ശബ്ദം പറയും, നിനക്കൊന്നും ഇത് നടക്കില്ല, നീ ഇതിനൊന്നും യോഗ്യനല്ല. ഈ ഒരു നെഗറ്റീവ് ചിന്തയാണ് ഏറ്റവും വലിയ വില്ലൻ. നമ്മൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ 10 നെഗറ്റീവ് ചിന്തകളിൽ നമ്മൾ വരുന്നുണ്ടെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ ഫലിക്കില്ല. മനസ്സ് കട്ടയ്ക്ക് പോസിറ്റീവായിരിക്കണം. സംശയത്തിന് ഒട്ടും സ്ഥലം കൊടുക്കരുത്. അതായത് അത്രയും പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. ഒരു തരം നെഗറ്റീവ് പോലും അതിൽ വരരുത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെൻ്റ് ആണ്. ഇത് പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ അമിതമായിട്ട് അറ്റാച്ച്ഡ് ആവരുത്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തീർന്നു എന്ന ആ ഒരു ഭയവും വെപ്രാളവും പാടില്ല. ആഗ്രഹിക്കുക, അതിനുശേഷം അത് നടന്നോളൂ എന്ന ഉറച്ച വിശ്വാസത്തോടെ അത് വിട്ടേക്കാം. എപ്പോഴാണ് ഇത് കിട്ടുക, ഇതുവരെ വന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. പിന്നെ നാലാമത്തെ കാര്യം വ്യക്തതയില്ലായ്മയാണ്. പലരും ചോദിക്കുന്നത്, എനിക്ക് ജീവിതത്തിൽ ഒത്തിരി പണം വേണം, എനിക്ക് ഹാപ്പി ആകണം, ഇതൊക്കെയാണ്. ഇതൊക്കെ വളരെ പൊതുവായ കാര്യങ്ങളാണ്. മാനിഫെസ്റ്റേഷന് കൃത്യമായ ഡെസ്റ്റിനേഷൻ വേണം. ഉദാഹരണത്തിന്, എനിക്ക് ഇത്ര തുക ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഈ വർഷം ഈ ലക്ഷ്യം നേടണം. ലക്ഷ്യത്തിൽ വ്യക്തതയില്ലാതെ പ്രപഞ്ചത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടിയും വ്യക്തമില്ലാത്തതായിരിക്കും. അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. നമ്മൾ വിചാരിക്കും, ഇന്നലെ മാനിഫെസ്റ്റ് ചെയ്തു, ഇന്ന് ഫലം വേണമെന്ന്. പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു ചെടി നടന്നതുപോലെയാണ്. നട്ട ഉടനെ വെള്ളമൊഴിച്ച് വേരുണ്ടോ എന്ന് നോക്കി പിഴുതെടുത്തു കഴിഞ്ഞാൽ അത് വളരുമോ? ഇല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോവുക, ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് മാനിഫെസ്റ്റേഷൻ. ഈ ക്ഷമയാണ് പലർക്കും ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് പലർക്കും നടക്കാതെയും പോകുന്നത്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്നാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. ഇത് മാറ്റിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വേറെ ലെവലിലായിട്ട് മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും. വെറുതെ ആഗ്രഹിച്ചാൽ പോരാ, അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു പരീക്ഷയിൽ ടോപ്പ് മാർക്ക് കിട്ടണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ നന്നായിട്ട് വിശ്വസിക്കുന്നുമുണ്ട്, പക്ഷേ നിങ്ങൾ പഠിക്കുന്നില്ല, ആ പുസ്തകം പോലും തുറക്കുന്നില്ല. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധ്യമാവുമോ? ഇല്ല. പ്രപഞ്ചം നിങ്ങൾക്ക് മാർക്ക് തരും എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ അതിനായിട്ട് പ്രയത്നിക്കുമ്പോൾ അതിനുള്ള വഴി പ്രപഞ്ചം തന്നെ കാണിച്ചു തരും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. മാനിഫെസ്റ്റ് എന്നതൊരു കാറ്റലിസ്റ്റ് ആണ്. അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം കൂട്ടുകയുള്ളൂ. കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് മാനിഫെസ്റ്റേഷൻ ഒരു വലിയ പവർ നൽകും. അധ്വാനം തന്നെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനെയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുക? എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, തുടക്കത്തിൽ എനിക്കിതൊക്കെ വെറും തള്ളായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ കൈകളിലും ചാനലുകളിലെല്ലാം ഒരു മാറ്റം വരുന്നുണ്ട്. അത്ഭുതങ്ങൾ നടന്നത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ കാഴ്ചപ്പാട് മാറിയപ്പോൾ കാര്യങ്ങളെ ഞാൻ കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങി. മാനിഫെസ്റ്റേഷൻ എന്നതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനുള്ളൊരു വഴിയാണ്, അല്ലാതെ അത്ഭുതങ്ങൾ കാട്ടാനുള്ള വിദ്യയല്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ മാനിഫെസ്റ്റേഷൻ എന്നാൽ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും പോസിറ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യുന്നതാണ്. ഇവ മൂന്നും ചേരുന്നതാണ് മാനിഫെസ്റ്റേഷൻ. ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒന്നുറപ്പാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ആർക്കും നഷ്ടമൊന്നും വരുത്തില്ല, മറിച്ച് പലതും നേടാൻ സഹായിക്കും. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്?
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.